guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ ചാനൽ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തതെല്ലാം ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കക്ഷം കറക്കൽ. അത് മാറാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൻലി അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോണർ സെറം ഫോമിലേക്കാണ്. സോ ടോണറാണ് നമുക്ക് അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത്, കക്ഷം കറക്കൽ മാറാൻ വേണ്ടിയിട്ട്, അണ്ടർ ആം ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട്. സോ കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പഞ്ഞിയിൽ ഒറ്റിക്കുക, എന്നിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് ഒന്നല്ലെങ്കിൽ തുടച്ചെടുത്താൽ മതി. അപ്പം ഡെയിലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 മാസമൊക്കെ എടുക്കും റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ അണ്ടർആം ഡാർക്ക്നെസ് നല്ലോണം കുറയും. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ദ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഗ്ലൈക്കോളിക് ആസിഡ് സെറമാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്, നിറയെ ഉണ്ട്. ഇത് 800 റുപ്പീസാണ് നമുക്ക് വരുന്നത്. നൈക്കയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഗ്ലൈക്കോളിക് ആസിഡ് വേറെയും പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമായത്, എനിക്ക് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് മാത്രമല്ല, പിക്സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയും ഗ്ലൈക്കോളിക് ആസിഡ് വളരെ നല്ലതാണ് അണ്ടർ ആംസിൽ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും ഇത് ഗ്ലൈക്കോളിക് ആസിഡ് വളരെ നല്ലതാണ്. മുഖത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, കൈമുട്ട് കറക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്ലൈക്കോളിക് ആസിഡ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് രാത്രിയാണ് മെയിൻലി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. രാത്രി കിടക്കുന്ന സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് പഞ്ഞിയിൽ ഒന്ന് പാറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ കക്ഷം കിടക്കൽ പതുക്കെ നമുക്ക് നല്ലോണം കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ആദ്യം എനിക്ക് പരിചയപ്പെടുത്തുന്ന തോന്നിയ പ്രൊഡക്റ്റ്. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. സെക്കൻഡ് പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് പാൻറ്റി ലൈനേഴ്സ്. നമുക്കത് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് പീരീഡ് സമയത്ത് ഫ്ലോ കുറവുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇത് ഞാൻ ബെല്ല എന്ന് പറയുന്ന കമ്പനിയുടെ വാങ്ങിയതാണ്. ഞാൻ പല കമ്പനിയുടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ബെല്ല വലിയ കുഴപ്പമില്ല. വിസ്പറിൻ്റെയും പാൻറ്റി ലൈനേഴ്സ് വളരെ നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളിലേക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഉള്ളിൽ നിറയെ പാക്കറ്റ് പാൻറ്റി ലൈനേഴ്സ് ഉണ്ടാവും. ഒരു പാഡ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. സ്റ്റിക്കർ ഉണ്ട്, നമ്മുടെ പാൻറ്റീസിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. സോ ഈ പാൻറ്റി ലൈനേഴ്സ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് എന്താ പറയുക, ഡിസ്ചാർജൊക്കെ വരികയാണെങ്കിലും ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പീരീഡ് സമയത്ത് മാത്രമല്ല, ഡിസ്ചാർജ് വരുന്ന സമയത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി ഞാൻ എപ്പോഴും 1-2 പ്രാവശ്യമൊക്കെ ഇത് വയ്ക്കാറുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ പാഡ് മാറ്റുന്ന മാതിരി തന്നെ ഒരു 4 to 5 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി പുതിയത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് വരും. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതേമാതിരി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, പല ആൾക്കാരും കയ്യിൽ വെക്കാത്ത, അല്ലെങ്കിൽ കയ്യിൽ വെക്കണമെന്ന് എനിക്ക് പല ആൾക്കാരോടും പറയണം എന്ന് തോന്നിയ ഒരു കാര്യമാണ് ടിഷ്യൂ പേപ്പർ റോള്. നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ വെള്ളം എങ്ങനെയാണെന്ന് അറിയില്ല. വെള്ളം ചിലപ്പോൾ നീറ്റ്നെസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം ഏറ്റവും ബെറ്റർ നമ്മളെപ്പോഴും ഹാൻഡ് ബാഗിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്ക് തുടയ്ക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ബാത്റൂമിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ. സോ ഇത് എപ്പോഴും ഹാൻഡ് ബാഗിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആമസോണിലായാലും ലോക്കൽ സ്റ്റോഴ്സിലായാലും ഒക്കെ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ റോള് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ചെറിയ പൗച്ചായിട്ടും കിട്ടുന്നുണ്ട്, അതായാലും വെക്കാം. അല്ല, റോളായിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കാം കേട്ടോ. വളരെ നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, നനവുകൾ അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ റോള്. സോ ഇത് എനിക്ക് പല ആൾക്കാർക്കും മസ്റ്റാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി മോളിൽ പോവുകയാണ്, കുറച്ച് നേരം ഇരുന്നു ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഹാൻഡ് ബാഗിൽ ഈ ഒരു ടിഷ്യൂ റോള് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാൻറ്റീസ് നനഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തുടച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും ഡ്രൈ ആയി ക്ലീൻ ആയിട്ടിരിക്കും. നനവ് വന്നു കഴിഞ്ഞാലാണ് മിക്ക ആൾക്കാർക്കും ഇൻഫെക്ഷനും ഒക്കെ വരുന്നത്. സോ ഇത് അതിനെ പറ്റിയൊരു സാധനമാണ്. ഇതുമാണ് എൻ്റെ മെയിൻ
ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് തോന്നിയതാണ്, നമ്മൾ എപ്പോഴും മുഖം തുടയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലോത്ത് നമ്മൾ മുഖം തുടയ്ക്കാൻ വേണ്ടി വെക്കാറില്ല. നമ്മൾ മേലെ തുടയ്ക്കുന്ന തുണി വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുഖം തുടയ്ക്കുന്നത്. അത് ആക്ച്വലി മാറ്റണം എന്നാണ്, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മുഖത്തേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തുണി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടവൽ വെക്കുന്നത്, ഹാൻഡ് ടവൽ വെക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കിന്ന് മാതിരിയല്ല മുഖം, കുറച്ചുകൂടെ പെട്ടെന്ന് പിമ്പിൾസ് വരാനും കുറച്ചുകൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഈ ഹാൻഡ് ടവൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇത് നമുക്ക് ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി കഴുകുന്നതാണ്. ഡെയിലി ഇതിൻ്റെ ചെറിയ ഹാൻഡ് ടവൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഡെയിലി വാഷ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് ഇട്ടാൽ മതി. അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരു വീക്ക്ലി ട്വൈസ് ഇത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള ഹാൻഡ് ടവൽ ഡെയിലി എടുക്കാം, അല്ലെങ്കിൽ എവറി വീക്ക്ലി ട്വൈസ് ഇത് മാറ്റിയിട്ട് പുതിയ ഫേസ് ടവൽ വെക്കാം. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് ടവൽ അല്ലെങ്കിൽ ഫേസ് ടവൽ. ഓക്കെ, അടുത്തത് ഞാനിപ്പോൾ ഈയിടെ കണ്ടുപിടിച്ചൊരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ചിലപ്പോൾ ചില ഉടുപ്പുകളൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരു പതിവ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ബ്രേസിയറിൻ്റെ ഇത് കണ്ടുവന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മാറിയെന്ന് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കണ്ടുപിടിച്ചൊരു സാധനമാണ് ഇതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ്. ഇങ്ങനെ പാക്കറ്റിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ, 200 റുപ്പീസിന് താഴെയുള്ളൂ. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഇതവിടെ സ്റ്റിക്കറുണ്ട്, അതൊന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ ഇതവിടെ നല്ല പശയുള്ളതാണ്, നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അനങ്ങാതെ ഇരുന്നോളും. 2 സൈഡും ഉണ്ട്, ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. അപ്പോൾ 2 സൈഡും പീൽ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ, ഇപ്പോൾ ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അനങ്ങാതെ നമുക്ക് ഡ്രസ്സ് എവിടെയും ഇളകി അങ്ങനത്തെ ഉള്ള പ്രശ്നം വരില്ല. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയൊരു സാധനമാണ്. ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. കുറേ എണ്ണം ഉണ്ട്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഉണ്ട്. ഓക്കെ, പിന്നെ പല ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, പല വീട്ടമ്മമാരും ഒഴിവാക്കുന്ന ഒരു സാധനമാണ് സെൽഫ് കെയറിങ്. മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, സെറംസ് അപ്ലൈ ചെയ്യേണ്ട, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ എല്ലാവരും ചെയ്യണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിനെ പറ്റിയൊരു സാധനം നമ്മുടെ സാധാരണ പോൺസിൻ്റെ ലോഷനായാലും, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പ്ലമ്മിൻ്റെ ബോഡി ലോഷനാണ്. ഒരു ബോഡി ലോഷൻ ദേഹത്ത് കയ്യിലും കാലും ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു ബോഡി ലോഷൻ കയ്യിൽ എപ്പോഴും വയ്ക്കുക. കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൺസ്ക്രീൻ. മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. ഇപ്പോൾ 2 ഒന്നും അപ്ലൈ ചെയ്യാനുള്ള സമയമില്ല, വേണ്ട, 2 സ്റ്റെപ്പൊന്നും അപ്ലൈ ചെയ്യാൻ വയ്യെങ്കിലും അതിന് ഏറ്റവും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ 2ഉം കൂടെ ചേർന്നിട്ടുള്ള പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ എനിക്കിഷ്ടമായ ഒരു പ്രൊഡക്റ്റ് അക്വാലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇതിൽ മോയ്സ്ചറൈസിങ്ങും ഉണ്ട്, സൺസ്ക്രീനും ഉണ്ട്. സണ്ണിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടും. SPF 50 ഉണ്ട്. സോ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ കം മോയ്സ്ചറൈസർ ഉള്ളത് നോക്കി വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. ഇതാണെങ്കിൽ പ്രൈസും വളരെ കുറവാണ്, 400 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല പ്രൊട്ടക്ഷനും കിട്ടും. സോ ഒരു സൺസ്ക്രീനും വീട്ടമ്മമാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്ത്രീകൾക്കും, വീട്ടമ്മമാർ എന്നല്ല, എല്ലാ സ്ത്രീകളും പല ആൾക്കാരും സെൽഫ് കെയർ ചെയ്യാറില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഒരു സൺസ്ക്രീൻ വാങ്ങി തേക്കുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് ഓൾസോ ചുണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള, ഇപ്പം എൻ്റെ കയ്യിൽ അക്വാലോജിക്കയുടെ ലിപ് ബാമാണ്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ നിവ്യയുടെ അല്ലെങ്കിൽ മെബിലൈൻ്റെയും ഒക്കെ ബേബി ലിപ്സും ലിപ് ബാമും ഒക്കെ കിട്ടില്ലേ. വാസ്ലിൻ ആയാലും മതി, ഒരു വാസ്ലിൻ കയ്യിൽ കയറുന്നതും വളരെ നല്ലതാണ്, ചുണ്ട ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഡെയിലി വെയറിന് പറ്റിയ ഒരു ബ്രേസിയർ. ഇതാകുമ്പോൾ നമുക്ക് അധികം ടൈറ്റ്നെസ് ഇല്ല, അത്യാവശ്യം നന്നായിട്ട് ഒരു ബനിയൻ മോഡലിലാണ് ഇരിക്കുന്നത്. നമുക്ക് എവിടെയും പിടുത്തമില്ല, നമുക്ക് ഈസി ആയിട്ട് ഡെയിലി യൂസിന് ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ വാങ്ങിയത്
നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും 300-200 റുപ്പീസിനൊക്കെ ഞാൻ ആമസോണിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഏകദേശം 500 റുപ്പീസ് ഉണ്ട്. 500 റുപ്പീസ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നി ഇത് നമുക്ക് എവിടെയും ടൈറ്റ് അല്ല, കണ്ടോ, എലാസ്റ്റിക് ആണ്. ഇവിടെയും ഒരു അത്യാവശ്യം വീതിയിലാണ് ബാൻഡ് ഉള്ളത്. നമുക്ക് അടയാളമൊന്നും വരില്ല, ടൈറ്റ് ആയിട്ടിരിക്കില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഈ ഇങ്ങനത്തെ ബ്രേസിയേഴ്സ് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഡെയിലി യൂസിന് നമുക്ക് വീട്ടിലൊക്കെ പണി ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇത് പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം ചെറിയൊരു സപ്പോർട്ടുണ്ട് ഇതിന്. ഇതൊരു ബനിയൻ ക്ലോത്താണ്. സോ നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് ഇല്ല, അത്യാവശ്യം നല്ല എലാസ്റ്റിക്കും ഉണ്ട്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ്. ഡെയിലി യൂസിന് ഇത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ ആമസോണിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ. അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഡ്രസ്സുകൾ നമുക്ക് ഡീപ്പ് നെക്കായിരിക്കും, ഇതുവരെ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് കാണും. അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ പെറ്റിക്കോട്ടിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം മാത്രം, ഈ ഒരു കുഞ്ഞു ഭാഗം മാത്രം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് സ്കിൻ കളറ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ 3 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് നമ്മുടെ ബ്രേസിയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ക്ലിപ്പുകളുണ്ട്. നമുക്കിത് ഇങ്ങനെ ബ്രേസിയറുമായിട്ട് ഉള്ളിലിട്ടിട്ട് ഇതിൽ നമ്മുടെ അളവനുസരിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും നമുക്ക് കാണില്ല. ഈ ഒരു ഇത് മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും, ക്ലീൻ ആയിട്ടിരിക്കും. ഇതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എന്ന് എനിക്ക് തോന്നി. നല്ല ഡീപ്പ് നെക്കൊക്കെ ഇടുകയാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് തോന്നുന്നു 300 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ ഈ 3 പീസിന്. ഓക്കെ, പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയും ഞാൻ ആമസോൺ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, മസ്റ്റായിട്ട് സ്ത്രീകൾക്ക് വേണം എന്ന് തോന്നിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഇനിയും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. 2 പ്രാവശ്യമായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഹെയർ കെയർ അല്ല, ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാമോ, സിമ്പിൾ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. സിമ്പിൾ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാം. എനിക്ക് കുറച്ച് സമയം വേണം, കാരണം ഞാൻ ഹെയർ സ്റ്റൈൽ അത്ര മിടിക്കുകയല്ല. ഓക്കെ, എനിക്ക് കുറച്ച് മടിയുള്ള പരിപാടിയാണ് ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കാനും ചെയ്യാനും. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. മോസ്റ്റ്ലി ഫ്രീ ഹെയർ ആണ്. അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പരീക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ പരീക്ഷണത്തിന് എനിക്ക് കുറച്ച് സമയം വേണം. കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ്. കുറച്ച് ക്ഷമ കുറവുള്ള ആളാണ് ഞാൻ. ഈ മുടി കെട്ടാനൊക്കെ ഓരോ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുമ്പോൾ പതുക്കെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാം സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടാം. ഒരു മാസം ഒന്ന് എനിക്ക് സമയം തരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. എന്തായാലും ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.